ഹായ് എവരിവൺ, റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൻ്റെ ബേസിസ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാക്സിമം എത്രയോ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. കാരണം അത്രയും ന്യൂമറിക്കലായിട്ടുള്ള കേപ്പബിലിറ്റി നമുക്ക് കൂടി വരും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലുള്ള വലിയ കുറേ ഡാറ്റ തന്നിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, നോക്കാം. A single stage, single acting air compressor delivers 0.6 kg of air per minute at 6 bar. The temperature and pressure at the end of the suction stroke are 30 degrees Celsius and 1 bar. The bore and stroke of the compressor are 100 mm and 150 mm respectively. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ. സ്പെഷ്യലായിട്ട് പുതുതായിട്ട് എന്തെങ്കിലും വന്നാലും ഞാൻ എടുത്തു പറയാം. ഓക്കെ, the clearance is 3% of the swept volume, assuming the index of the compression and expansion to be 1.3. അത് പോളിട്രോപ്പിക് പ്രോസസ്സിനാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, പോളിട്രോപ്പിക് പ്രോസസ്സിലാണ് എന്നിൻ്റെ വാല്യൂ 1.3 അല്ലെങ്കിൽ വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1.3 പോളിട്രോപ്പിക് പ്രോസസ്സാണ്. കണ്ടുപിടിക്കേണ്ടത് വോളിയോമെട്രിക് എഫിഷ്യൻസി, പവർ റിക്വയർഡ് ഇഫ് മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് 85%. നോട്ട് ചെയ്യുക, മെക്കാനിക്കൽ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ എന്തായിരിക്കും? ബ്രേക്ക് പവർ ആയിരിക്കും. ഓക്കെ, ഇൻഡിക്കേറ്റഡ് പവർ അല്ല, കാരണം ഇവിടെ മെക്കാനിക്കൽ എഫിഷ്യൻസി തന്നിട്ടുള്ള കാരണം. ദെൻ കംപ്രസർ സ്പീഡും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗിവൺ വാല്യൂസ് എടുത്ത് എഴുതാം. മാസ് ഫ്ലോ റേറ്റ് ആണ് 0.6 കിലോഗ്രാം നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, പെർ മിനിറ്റിലാണ് തന്നിട്ട് കേട്ടോ. 0.6 കിലോഗ്രാം പെർ മിനിറ്റാണ്. അറ്റ് 6 ബാർ എന്ന് പറയുമ്പോൾ P2 ഡെലിവേഴ്സ് എന്ന് പറഞ്ഞത് കേട്ടോ. കംപ്രസർ ഡെലിവർ ചെയ്യുന്ന മാസ് ഫ്ലോ റേറ്റ് ആണ്. അപ്പോൾ ഡെലിവർ ചെയ്യുന്നത് എപ്പോഴും കംപ്രഷന് ശേഷമുള്ള പ്രഷർ വാല്യൂലായിരിക്കും. അപ്പോൾ P2 ആണ് 6 ബാർ. അപ്പോൾ നല്ല പോലെ ക്വസ്റ്റ്യൻ വായിച്ചാൽ ഇതുപോലെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഫസ്റ്റ് വാല്യൂ അത് P1 ആണെന്ന് എടുത്തിട്ട് നമ്മൾ P1 = 6 ബാർ എന്ന് എഴുതും. എന്നിട്ട് നമ്മൾക്ക് എവിടെ എത്താതെ സ്റ്റക്കായി നിൽക്കും. ഓക്കെ, അതുകൊണ്ട് ക്വസ്റ്റ്യൻ നല്ല പോലെ വായിക്കണം. അപ്പോൾ P2 ആണ് 6 ബാർ. അതുപോലെ മാസ് ഫ്ലോ റേറ്റിൻ്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മിനിറ്റ് ആണ് തന്നിട്ടുള്ളത്, അതും നോട്ട് ചെയ്യണം. P1 ആണ് 6 ബാർ. T1 30 ഡിഗ്രി സെൽഷ്യസ്, അത് കെൽവിനിലേക്ക് ആക്കണം. D = 100 mm, L = 150 mm, VC = 3% of VS ആണ്. അപ്പോൾ 0.03 VS. മെക്കാനിക്കൽ എഫിഷ്യൻസി 85%, N വാല്യൂ 1.3, K VC/VS എന്ന് പറയുന്നത് 0.03 വരും. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വോളിയോമെട്രിക് എഫിഷ്യൻസി ഇക്വേഷൻ എഴുതി 1 + K - K × P2/P1, നമ്മുടെ റെഗുലർ ഇക്വേഷൻ. അതിൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 91.096%. ഫസ്റ്റ് ആൻസർ കിട്ടി, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ കിട്ടി. ഇനി ഇൻഡിക്കേറ്റഡ് പവർ കാണാൻ വേണ്ടി നമ്മൾ m.0 വരെ നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, ആ ഇക്വേഷൻ എഴുതി അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം അവിടെ m.0 നമുക്ക് മീറ്റർ ക്യൂബ് പെർ മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷമേ നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കാൻ പാടുള്ളൂ. അത് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ മീറ്റർ ക്യൂബ് അല്ല, കിലോഗ്രാം പെർ മിനിറ്റിലേക്ക് മാറ്റിയിട്ടാണ് m.ൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ ആറിൻ്റെ വാല്യൂ നമുക്ക് അറിയണം, 0.287 kJ/kg കെൽവിനാണ് ആറിൻ്റെ വാല്യൂ, ക്യാരക്ടറൈസ്ഡ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ ഡാറ്റയിൽ എഴുതിയാൽ കുറച്ചുകൂടി നല്ലതാണ്. സോ ആ കിട്ടുന്ന വാല്യൂ 1.93 kW ആയിരിക്കും. ഇനി കംപ്രസർ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ ബ്രേക്ക് പവർ ആയിരിക്കും. കാരണം മെക്കാനിക്കൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് വാല്യൂ ബ്രേക്ക് പവർ ആണ് കംപ്രസറിൻ്റെ കേസിൽ, സിൻസ് മെക്കാനിക്കൽ എഫിഷ്യൻസി ഇസ് ഗിവൺ. ഓക്കെ, അപ്പോൾ IP/മെക്കാനിക്കൽ എഫിഷ്യൻസി ആയിരിക്കും BPയുടെ ഇക്വേഷൻ. IP/BP ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി വരിക. അപ്പോൾ BP കണ്ടുപിടിക്കാൻ IP/മെക്കാനിക്കൽ എഫിഷ്യൻസി. IP ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പോൾ ബ്രേക്ക് പവർ എന്ന് പറയുന്നത് 2.27 kW ആയിരിക്കും. കണ്ടോ, ആ വാല്യൂ ആയിരിക്കും ഇതിനെക്കാട്ടുള്ള കൂടുതൽ വരിക. കാരണം ഇത് ഇൻപുട്ട് വാല്യൂ ആണ്. 2.27 kW is the input power, that is the power required to drive the compressor, which is brake power. ഇനി VA ഡോട്ട് കാണുന്നു. നമുക്ക് P1 V1 = PV = MRT ഇക്വേഷൻ ഇല്ലേ, അതേപോലെ P1 VA ഡോട്ട് = M.RT1 അങ്ങനെ എഴുതാൻ പറ്റും. അതിൽ നിന്ന് VA ഡോട്ട് കാണുന്നു. സോ VA ഡോട്ട് ഡയറക്റ്റ് നമുക്ക് വാല്യൂ കിട്ടും. ഇഫക്റ്റീവ് വോളിയം ഫ്ലോ റേറ്റ് 0.5218 മീറ്റർ ക്യൂബ് പെർ മിനിറ്റിലാണ് കിട്ടുന്നത്. കാരണം ഇവിടെ അടുത്ത മാസ് ഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുള്ള സെയിം വാല്യൂ, ആ യൂണിറ്റ് ഒന്നും ചേഞ്ച് ചെയ്യാതെ അതേപോലെ കൊടുത്തിരിക്കണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ മീറ്റർ ക്യൂബ് പെർ മിനിറ്റിലായിരിക്കും. ഇനി എന്തിനാണ് VA ഡോട്ട് കണ്ടത്?
നമുക്ക് വോളിയോമെട്രിക് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു വി എ ഡോട്ട് ബൈ വി എസ് ഡോട്ടാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് വി എസ് ഡോട്ട് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയാണ് നമ്മൾ വി എ ഡോട്ട് കണ്ടത്. അപ്പോൾ വി എസ് ഡോട്ടിന് ആൻസർ കിട്ടുന്നത് 0.5728 മീറ്റർ ക്യൂബ് പെർ മിനിറ്റിൽ തന്നെയാണ്. ഇനി വി എസ് ഡോട്ടിനെ കൺവേർട്ട് ചെയ്യാം വി എസ് ആയിട്ട്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇത് എഴുതാനുള്ള കാരണം ഇതിലാണ് നമ്മുടെ ആർ പി എം വരുന്നത്. ആർ പി എം ആണ് നമുക്ക് ഫൈനലി ഇനി കണ്ടുപിടിക്കേണ്ട ഡാറ്റ. സോ വി എസ് ഇൻറ്റു എൻ ഇൻറ്റു വൈ ഇൻറ്റു എൻ, വൈ ഇൻറ്റു ഇസഡ് കേട്ടോ. വൈ ഇൻറ്റു ഇസഡ് എന്നാണ് ഇവിടെ, എൻ എന്നല്ല ഇസഡ് ആണ്. എന്തുകൊണ്ട് അവിടെ വൈ ബൈ 60 ഇടാഞ്ഞത്? നമുക്ക് പെർ മിനിറ്റിലാണ്, നമുക്ക് ആർ പി എം ആണ് കണ്ടുപിടിക്കേണ്ടത്. ആർ പി എസ് അല്ല, ആർ പി എം ആണ്, റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്കിവിടെ ബൈ 60 ഇല്ലാത്ത ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണം. ഇവിടെ ഓൾറെഡി വി എസ് ഡോട്ട് മീറ്റർ ക്യൂബ് പെർ മിനിറ്റിൽ കണ്ടതും ഇതുകൊണ്ടാണ്. നമുക്ക് ആർ പി എം ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ. തെറ്റിക്കരുത്. ഒരിക്കലും ഇവിടെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വാല്യൂ വെച്ചിട്ട് ചെയ്താൽ നമുക്ക് ആർ പി എമ്മിലല്ല കിട്ടുക, ആർ പി എസിലായിരിക്കും കിട്ടുക, റെവല്യൂഷൻസ് പെർ സെക്കൻഡിലായിരിക്കും കിട്ടുക. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. സോ ഇതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ, ഇത് നമുക്ക് വി എസിൻ്റെ വാല്യൂ കിട്ടും കേട്ടോ. വി എസ് എന്ന് പറയുന്നത് π/4 d² അല്ലാണ്. ഡിയും എല്ലും തന്നിട്ടുള്ളതുകൊണ്ട് ആ വി എസിൻ്റെ വാല്യൂ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വൈ വാല്യൂ ഇസഡ് വാല്യൂ ഒക്കെ 1 വരും. ഇതിൽ നിന്ന് നമുക്ക് എന്നിൻ്റെ വാല്യൂ 486.2 RPM എന്ന് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, കുറച്ച് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് പ്രോബ്ലമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ പ്രോബ്ലംസ് കഴിഞ്ഞു. ക്ലിയറൻസ് വോളിയത്തിന് വെച്ചിട്ടുള്ള, ക്ലിയറൻസ് വോളിയം ഇല്ലാത്ത കേസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് 2 സ്റ്റേജ് കംപ്രഷൻ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് ഒരൊറ്റ സിലിണ്ടറിൽ കംപ്രഷൻ ചെയ്യുന്ന കേസാണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോർ ദാൻ 1 സിലിണ്ടർ വെച്ച് ചെയ്യുന്ന കേസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൾട്ടി സ്റ്റേജ് കംപ്രഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് അവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. 2 സ്റ്റേജ് കംപ്രഷൻ പ്രോസസ്സ്. ഈ ഡയഗ്രം നോക്കുക. ഇത് ഒരു 2 സ്റ്റേജ് കംപ്രഷൻ പ്രോസസ്സിന് എക്സാമ്പിളാണ്. അതായത് സിലിണ്ടർ 1 ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷനാണ് നടക്കുന്നത്, സിലിണ്ടർ 2 സെക്കൻഡ് സ്റ്റേജ് കംപ്രഷനാണ് നടക്കുന്നത്. സോ മൾട്ടി സിലിണ്ടർ അല്ലെങ്കിൽ 2 സ്റ്റേജ് കംപ്രഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്തിനാണ് 2 സ്റ്റേജ് കംപ്രഷൻ ചെയ്യുന്നത്? നമുക്ക് ഒരു സിംഗിൾ സ്റ്റേജ് കംപ്രഷനിൽ കിട്ടാത്ത അത്ര ഹൈ പ്രഷർ വാല്യൂ നമുക്ക് ഒരു 2 സ്റ്റേജ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് കംപ്രഷനിൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ 2 സ്റ്റേജ് വയ്ക്കാൻ കാരണം. കാരണം ഇവിടെ കൂടുതൽ വർക്ക് ഡൺ ഒക്കെ വരും. എന്നാൽ കൂടിയും അത് ചെയ്യുന്നത് ഹൈ പ്രഷർ, വളരെ ഹൈ ആയിട്ടുള്ള പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊരിക്കലും സിംഗിൾ സിലിണ്ടറിൽ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൾട്ടി സ്റ്റേജ് യൂസ് ചെയ്യും. ഇനി ഇവിടെ മൾട്ടി സ്റ്റേജിൽ നമുക്ക് 2 സിലിണ്ടർ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കൂടുതൽ വർക്ക് വരും. അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. കൂടുതൽ വർക്ക് വരും, അതിൻ്റെ ഒപ്പം കൂടുതൽ വർക്ക് മാത്രമല്ല കൂടുതൽ ടെമ്പറേച്ചർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ടെമ്പറേച്ചർ വാല്യൂ ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ 2 സ്റ്റേജിൽ കംപ്രഷൻ വരുമ്പോൾ ഓൾറെഡി ഇൻക്രീസ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ വളരെ ഹൈ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ വാല്യൂ നമുക്ക് കിട്ടുക, ഫൈനലി കിട്ടുന്നത്. അത്രയും ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് കംപ്രസ്ഡ് എയറിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അത് സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് അതിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും ഹൈ ടെമ്പറേച്ചർ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട മെറ്റീരിയലാണ് യൂസ് ചെയ്യണമെങ്കിൽ അതാണെങ്കിൽ ഹൈ കോസ്റ്റ് ആയിരിക്കും, കോസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനും, നമ്മുടെ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഔട്ടിൽ വരുന്ന ടെമ്പറേച്ചർ, അതായത് ഫുൾ കംപ്രഷൻ നടന്നു കഴിഞ്ഞ് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ വാല്യൂ കുറവാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോറിങ് പ്രോബ്ലംസ് ഉണ്ടാവില്ല. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു കോമ്പണൻ്റാണ് ഇൻ്റർ കൂളർ. അതിനാണ് ഇൻ്റർ കൂളർ വെച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് പോലെ തന്നെ അത് കൂളി ചെയ്യും. ഓക്കെ, അത് ഇൻ്റർ കൂളർ എന്ന് പറയുന്ന കാരണം ഇൻ്റർമീഡിയറ്റ് പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇൻ്റർ കൂളർ എന്ന് പറയുന്നത്. തുടക്കത്തിലും അവസാനമൊന്നുമല്ല വെച്ചേക്കുന്നത്, ഇടയ്ക്കാണ്. ഓക്കെ, ഇനി അതെന്താണ് ചെയ്യുന്നതെന്ന് പറയാം. When the air is required to be compressed to a very high pressure, we will do 2 stage compression. 2 or more stages ചെയ്യും. Intercooling process എന്ന് പറയുന്നത് it is done between the cylinders to reduce the temperature of the air leaving the compression at a high pressure. ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾസോ ദ ടെമ്പറേച്ചർ ഓഫ് ദ എയർ ഇസ് ടെമ്പറേച്ചർ അല്ല, പ്രഷറാണ് കേട്ടോ. ശരിക്കും പ്രഷർ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ടെമ്പറേച്ചർ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതിൻ്റെ ഉദ്ദേശം നമുക്ക് ഇവിടെ ഫസ്റ്റത്തെ സിലിണ്ടറിൽ നമ്മുടെ ടെമ്പറേച്ചർ വാല്യൂ കിട്ടും അല്ലേ. ആ ടെമ്പറേച്ചറിനെ തിരിച്ച് നമ്മൾ ഏത് വാല്യൂ വെച്ചിട്ടാണോ സക്ഷൻ ചെയ്തത് അതിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായിരിക്കണം ഇത് വെച്ച് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആക്ച്വലി പ്രഷർ വാല്യൂ ആണ് ഇൻ്റർകൂളറിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഇത് കുഴപ്പമില്ല, ഈ സെൻറ്റൻസ് ആയാലും കുഴപ്പമില്ല.
ഇനി ഇതിൻ്റെ വർക്കിംഗ് പറയാം കേട്ടോ. ആദ്യം എയർ ഇൻടേക്ക്, എയറിന് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കുന്നു. സോ T1 പ്രഷർ ടെമ്പറേച്ചറിൽ വരുന്ന എയറിന് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കംപ്രഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ P2 T2 ആയിരിക്കും. അതും ഒരു ഹൈ പ്രഷർ തന്നെയാണ് കേട്ടോ, പക്ഷെ നമ്മുടെ റിക്വയർഡ് ഹൈ പ്രഷറിലേക്ക് എത്തിയിട്ടില്ല. ഇൻ്റർമീഡിയറ്റ് പ്രഷർ നമുക്ക് പറയാം. ലോ പ്രഷർ സിലിണ്ടറാണ്. ലോ പ്രഷർ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ലോ പ്രഷറിലേക്ക് ആക്കുന്നു എന്നുള്ള അർത്ഥം. അത് ഇവിടുത്തെ സിലിണ്ടറിൽ നടക്കുന്ന പ്രോസസ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് ലോ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ലോ പ്രഷർ സിലിണ്ടർ എന്ന് പറഞ്ഞത്. അല്ലാതെ ഇവിടെ ലോ പ്രഷറിലേക്ക് പോകുന്നു എന്നല്ല എൻ്റെ മീനിങ്. നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ഇവിടെയും അതിനാണ് ചെയ്യുന്നത്, ഇൻക്രീസ് തന്നെ ചെയ്യുന്നത്. സോ രണ്ട് സിലിണ്ടറിലുണ്ട്, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലോ പ്രഷർ ഹൈ പ്രഷർ എന്ന് പേര് കൊടുക്കുന്നത്. അപ്പോൾ ലോ പ്രഷർ സിലിണ്ടറിൽ ഫസ്റ്റ് സ്റ്റേജ് P1 T1 എന്ന് P2 T2 മാറും. ഈ T2 വാല്യൂവും ഹൈ തന്നെയാകും, അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും. സോ നമ്മൾ ഇൻ്റർകൂളർ ഇല്ലാതെ ഡയറക്റ്റ് P2 T2 ഹൈ പ്രഷർ സിലിണ്ടറിലേക്ക് കൊടുത്താൽ അവിടെ കംപ്രഷൻ നടന്ന് കിട്ടുന്നത് P3 T3 ആയിരിക്കും. ഓക്കെ, ആ P3 നമ്മുടെ റിക്വയർഡ് പ്രഷർ തന്നെയാണ്. പക്ഷേ T3 എന്ന് പറയുന്നത് വളരെ ഹൈ വാല്യൂ ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചറിന് നമുക്ക് എങ്ങനെയാലും കുറയ്ക്കണം. അതിനാണ് നമ്മൾ ഇൻ്റർകൂളർ വയ്ക്കുന്നത്. ഇനി ഇൻ്റർകൂളർ വയ്ക്കുമ്പോൾ എന്തുണ്ടാവും? ഇൻ്റർകൂളർ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ പോലെയാണ്. സോ ഇവിടെ നമുക്ക് P2 T2 ആണ് ഇവിടെ പ്രഷർ അല്ലേ. ഈ T2 ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിൽ വരുന്ന എയറിൽ നിന്ന് ഹീറ്റ് ഡിസിപ്പേഷൻ നടക്കും ഇൻ്റർകൂളറിൽ. കാരണം അതിൽ കൂളിംഗ് കോയിൽസ് പോകുന്നുണ്ട്. ആ കൂളിംഗ് കോയിൽസിലേക്ക് ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്യും. കോൺസ്റ്റൻറ്റ് പ്രഷറിലായിരിക്കും ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുക. ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഇൻ്റർകൂളർ വഴിക്ക് പാസ് ചെയ്താൽ പ്രഷറിന് വേരിയേഷൻ ഇല്ല, പ്രഷർ P2 തന്നെയാണ്, ഇൻ്റർമീഡിയറ്റ് പ്രഷർ ചേഞ്ച് ആവുന്നില്ല. പക്ഷേ ടെമ്പറേച്ചർ വാല്യൂ T2 നിന്നും T3 ആയിട്ട് കൺവേർട്ടായി. ആ T3 വാല്യൂ എന്ന് പറഞ്ഞിട്ട് T2 കുറവായിരിക്കും. ഓക്കെ, കാരണം അവിടെ ഹീറ്റ് ഡിസിപ്പേഷൻ നടന്നു, ടെമ്പറേച്ചർ കുറയും. ഇതാണ് ഇൻ്റർകൂളർ നടക്കുന്നത്. കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് ഡിസിപ്പേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. ഇനി ഈ T3 വാല്യൂ എന്ന് പറയുന്നത് ഐഡിയലി നമുക്ക് T1 വാല്യൂവിന് ഈക്വൽ ആവും. അതായത് ഇൻടേക്ക് ടെമ്പറേച്ചറിൻ്റെ വാല്യൂവിലേക്ക് എത്തിക്കാൻ പറ്റും. ഐഡിയലി എന്ന് പറയാനുള്ള കാരണം ശരിക്കുള്ള കേസിൽ നടക്കുന്നില്ല. ശരിക്കുള്ള കേസിൽ എപ്പോഴും T3 വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ T1, സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ T1. ഓക്കെ, എപ്പോഴും T3 കൂടുതൽ തന്നെയായിരിക്കും, പക്ഷേ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. T2 നിന്ന് T3 കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ P2 T3 പ്രഷറിൽ കംപ്രസ് ചെയ്താലും ഈ T3 നിന്ന് കുറച്ച് കൂടുതലല്ലാതെ വല്ലാതെ ഹൈ ടെമ്പറേച്ചറിലേക്ക് വരില്ല. ഓക്കെ, പക്ഷേ അപ്പോഴും നമ്മുടെ റിക്വയർഡ് പ്രഷർ P2 നിന്ന് P3 ഹൈ വാല്യൂവിലേക്ക് കംപ്രസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇഫ് T3 = T1, ഞാൻ നേരത്തെ പറഞ്ഞു T3 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ഇൻ്റർകൂളറിന് ശേഷം കിട്ടുന്ന ടെമ്പറേച്ചർ T1 ഈക്വൽ ആണെങ്കിൽ നമ്മുടെ ഇൻ്റർകൂളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐഡിയൽ ആയിരിക്കും, പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻ്റർകൂളിംഗ് ആയിരിക്കും, പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ്. ആ സമയത്ത് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് പ്രഷറും ഇനീഷ്യൽ ഫൈനൽ പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് കാണിച്ചിരിക്കുന്നത്. P2 = √P1 P3. ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ഉള്ള ഡെറിവേഷനാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ആവശ്യമുള്ളതാണ്. P2 = √P1 P3. ഓക്കെ, ഇനി T3 എപ്പോഴും ഗ്രേറ്റർ ദാൻ T1 ആയിരിക്കും റിയൽ കേസിൽ. അങ്ങനെയാണെങ്കിൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻ്റർകൂളിംഗ് ആണ്. അതായിരിക്കും നമുക്ക് റിയൽ കേസിൽ കിട്ടുക. ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല. ഇൻകംപ്ലീറ്റ് ഓർ ഇംപെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ്. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഇൻ്റർകൂളിംഗ് കേസിലുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ഡൺ ഫോർ ലോ പ്രഷർ സിലിണ്ടർ പ്ലസ് വർക്ക് ഡൺ ഫോർ ഹൈ പ്രഷർ സിലിണ്ടർ, രണ്ട് സിലിണ്ടറിൻ്റെ വർക്ക് ഡൺ ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വർക്ക് ഡൺ കാണുകയാണ്. ആദ്യത്തെ ലോ പ്രഷർ സിലിണ്ടറിൽ P1 V1 P2 by P1 raised to n minus 1 by n minus 1. ഓക്കെ, ആ ഇക്വേഷൻ എഴുതി. രണ്ടാമത്തെ സിലിണ്ടറിൽ P2 V2 P3 by P2 n minus 1 by n, ആ ഇക്വേഷൻ എഴുതി. കാരണം ഇവിടുത്തെ ഫൈനൽ പ്രഷർ P3 ആണ്, ഇനീഷ്യൽ പ്രഷർ P2 ആണ്. അപ്പോൾ P2 V2 ആയിരിക്കും ഇവിടെ വരും. ഓക്കെ, ഇനി ഇൻ്റർകൂളിംഗ് പെർഫെക്റ്റ് ആണെങ്കിൽ T3 T1 ഈക്വൽ ആയിരിക്കും. അതെന്ത് ചേഞ്ചാണ് നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ വരുത്താൻ നോക്കാം. അപ്പോൾ P1 V1 P2 V2 ഈക്വൽ ആവും. T3 T1 ഈക്വൽ ആയാലും ഒരു ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിൾ ആണ് അല്ലേ. സ്റ്റാർട്ടിങ് ടെമ്പറേച്ചറിൽ തിരിച്ചെത്തി. അപ്പോൾ നമ്മൾ ഇൻഎഫക്റ്റ് നോക്കിയാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കംപ്രസറിൽ, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കൊരു ഐസോതെർമൽ കംപ്രഷനായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. P1 V1 = P2 V2. അപ്പോൾ നമ്മൾ P1 V1 P2 V2 കൊടുത്തു. അപ്പോൾ ഈ ഇവിടുത്തെ P2 V2 നമ്മൾ P1 V1 ആക്കി മാറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ടേംസ് പുറത്തേക്ക് എടുക്കാം. സോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരും. W = n by n minus 1 P1 V1.
ഇൻറ്റു P2 by P1 റേസ് ടു n മൈനസ് 1 ബൈ n പ്ലസ് P3 by P2 റേസ് ടു n മൈനസ് 1 ബൈ n മൈനസ് 2 വരും. കാരണം ഇവിടെ -1 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്, -2 വരും. ഓക്കെ, ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. സോ ഇതാണ് വർക്ക് ഡൺ ഇക്വേഷൻ ഇൻ്റർകൂളിംഗ് ഉള്ള കേസിൽ. ഇതന്നെ നമ്മൾ ചേഞ്ച് ചെയ്തു. P1 V1 വരെ MRT1 കൊടുത്തു. ഓൾസോ നമ്മുടെ PATM ഇൻറ്റു VFAD. ഓക്കെ, ഇവിടെ VFAD എന്ന് പറയുന്നത് വോളിയം ഫ്രീ എയർ ഡെലിവേർഡിൻ്റെ വോളിയം ഫ്ലോ റേറ്റ് ആണ്. ഇനി ഇവിടെ LP സിലിണ്ടറിൽ ആക്ച്വൽ സക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, എഫക്റ്റീവ് വോളിയം VA ഡോട്ട് ഇഫക്റ്റീവ് വോളിയം ഫ്ലോ റേറ്റ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വയ്ക്കും. ഹീറ്റ് റിമൂവ്ഡ് ഇൻ ദ ഇൻ്റർകൂളറിൽ റിമൂവ് ചെയ്ത ഹീറ്റിൻ്റെ ഇക്വേഷൻ M ഡോട്ട് CP T2 മൈനസ് T3. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫൈനൽ സ്റ്റേറ്റ്സ്. നമുക്ക് ഫൈനൽ ടെമ്പറേച്ചറും അതിന് മുമ്പത്തെ ടെമ്പറേച്ചറും സോറി ഇൻ്റർകൂളറിൻ്റെ ഇടയ്ക്കുള്ള ടെമ്പറേച്ചേഴ്സ് കേട്ടോ. ഇൻ്റർകൂളറിന് മുമ്പും ശേഷമുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഹീറ്റ് റിമൂവ്ഡ് അറ്റ് ഇൻ്റർകൂളർ നമ്മൾ ഇക്വേഷൻ കൊടുക്കുന്നത്. ഇനി ഈ PV ഡയഗ്രം നോക്കി. ഈ PV ഡയഗ്രം നോക്കിയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻ്റർകൂളർ വച്ചിട്ടുള്ള കേസും ഇൻ്റർകൂളർ വയ്ക്കാത്ത കേസിലും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ് PV ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ Y ആക്സിസിൽ പ്രഷർ, X ആക്സിസിൽ വോള്യൂമാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. 5 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻടേക്ക് പ്രഷർ P1 5 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സക്ഷൻ LP സിലിണ്ടർ കേട്ടോ, ആദ്യത്തെ സിലിണ്ടറിൽ സക്ഷൻ നടന്നു 5 to 1, 1 to 2 എന്ന് പറയുന്നത് കംപ്രഷൻ നടന്നു. ദെൻ 2 to 6 ഡെലിവറി നടന്നു. അണ്ടർസ്റ്റാൻഡ്? ഇത് LP സിലിണ്ടറിൽ നടന്ന കാര്യമാണ്. ഇനി ഹൈ പ്രഷർ സിലിണ്ടറിൽ, ഇനി നമ്മൾ ഇൻ്റർകൂളർ വയ്ക്കാതെ ചെയ്യണമെങ്കിൽ, ഇൻ്റർകൂളർ ഇല്ലാത്ത കേസാണെങ്കിൽ ഹൈ പ്രഷർ സിലിണ്ടറിൽ 6 to 2 പ്രോസസ്സ് നടക്കും. 2 to 3' കംപ്രഷൻ നടക്കുന്നത്. 3' to 7 ഡെലിവറി നടക്കും ഹൈ പ്രഷർ സിലിണ്ടർ. ഇത് ഇൻ്റർകൂളിംഗ് ഇല്ലാത്ത കേസാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഷേപ്പിൽ വരും കേട്ടോ. 6 1 2 3' 7 അതായിരിക്കും ടോട്ടൽ വർക്ക് ഡൺ ആയിട്ടുള്ള അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർകൂളിംഗ് ഉള്ള കേസാണെങ്കിൽ 5 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 5 to 1 സക്ഷൻ, 1 to 2 കംപ്രഷൻ, 2 to 6 ഡെലിവറി. ഇപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞു, അതായത് ഫസ്റ്റ് LP സിലിണ്ടർ ലോ പ്രഷർ സിലിണ്ടർ കഴിഞ്ഞു. ഇനി ഇൻ്റർകൂളിംഗ് ആണ്. അപ്പോൾ 6 to 4 വോളിയം ഒന്ന് കൂടുന്നുണ്ട്. 6 to 4 അതായത് ഇൻ്റർകൂളിങ്ങിൽ വോളിയം കോൺസ്റ്റൻ്റ് അല്ല, വോളിയം ഇൻക്രീസ് ആവും. ഓക്കെ, അത് മനസ്സിലാക്കുക. വോളിയം കൂടുന്നുണ്ട്. 6 to 4 വോളിയം ഒന്ന് കൂടും. അത് കഴിഞ്ഞ് സക്ഷൻ പ്രോസസ്സ് ഇൻ്റർകൂളിംഗ് കഴിഞ്ഞിട്ടുള്ള കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് 4ലേക്ക് എത്തും. ഓക്കെ, ഇനി 4 to 3 എന്ന് പറയുന്നത് 4ലാണ് എത്തുക കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. 6 2ലേക്കല്ല വരുന്നത്, 6 4ലേക്കാണ് വരുന്നത്. കാരണം എന്താ, നമ്മുടെ ടെമ്പറേച്ചർ വാല്യൂ ഇവിടെ കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് 6 2ലേക്ക് എത്തുന്നതിന് പകരം 6 നിന്ന് 4ലേക്കാണ് എത്തുക. ഓക്കെ, ഏത് ഇൻ്റർകൂളർ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഹൈ പ്രഷർ സിലിണ്ടറിൽ 4 നിന്ന് 3ലേക്ക് തന്നെ കംപ്രഷൻ നടക്കും. പക്ഷേ നോക്കുക, ഇവിടെ മുമ്പ് 3' ആയിരുന്നു, 2 നിന്ന് 3'ലേക്കായിരുന്നു ഇൻ്റർകൂളിംഗ് വയ്ക്കാത്ത കേസ് നടന്നത്. ഇപ്പോൾ 4 നിന്നും 3ലേക്കാണ് നടക്കുന്നത് കംപ്രഷൻ. ദെൻ 3 നിന്ന് 7ലേക്ക് ഡെലിവറി നടക്കും. അണ്ടർസ്റ്റാൻഡ്? ഇനി രണ്ടും കൂടിയുള്ള ഡിഫറൻസ് എന്താ? ഇത്രയും ഭാഗത്തുള്ള ഏരിയ എന്ന് പറയുന്നതാണ് ഡിഫറൻസ് വരിക. അതായത് ഇത്രയും ഭാഗത്തുള്ള ഏരിയ ഇൻ്റർകൂളിംഗ് വയ്ക്കുന്ന കേസിൽ നമുക്ക് കുറവ് കിട്ടും. ഇത്രയും ഏരിയ നമുക്ക് ആവശ്യമില്ല. കാരണം ഇങ്ങനെയാണ് 5 to 1 to 5 1 2 6 6 4 3 7 ആയിരിക്കും ഇൻ്റർകൂളർ വച്ചിട്ടുള്ള കേസുള്ള വർക്ക് ഡൺ. അപ്പോൾ ഇത്രയും ഭാഗത്തെ വർക്ക് ഡൺ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടില്ലേ, സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പെർഫെക്റ്റ് ഇൻ്റർകൂളിങ്ങിനാണ് നമുക്ക് ഇങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് വർക്ക് സേവ്ഡ് ബൈ ഇൻ്റർകൂളിംഗ് എന്ന് കാണിച്ചിട്ടില്ല. ക്ലിയറൻസ് വോളിയം നെഗ്ലക്ട് ചെയ്തേക്കുന്നു. അതുകൊണ്ട് VC 0 ആണ് കേട്ടോ. ഇവിടെ ക്ലിയറൻസ് വോളിയം കാണിച്ചിട്ടില്ല. ഹിയർ ഫോർ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണെങ്കിൽ T1 T2 ഈക്വൽ ആയിരിക്കും. ഓക്കെ, T1 T2 ഈക്വൽ ആയിട്ട് വരും പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ്. സോ P1 V1 P2 V2 ഈക്വൽ ആണ്. 2 സ്റ്റേജ് ഇൻ്റർകൂളിംഗ് വിത്തൗട്ട് ഇൻ്റർകൂളിംഗ് ആണെങ്കിലോ, വിത്തൗട്ട് ഇൻ്റർകൂളിങ്ങിന് 5 1 2 6 6 2 3' 7 ഇത് വിത്തൗട്ട് ഇൻ്റർകൂളിങ്ങിൻ്റെ കേസാണ്. വിത്ത് ഇൻ്റർകൂളിംഗ് ആണെങ്കിൽ 5 1 2 6 6 2 അല്ല കേട്ടോ, 6 പിന്നെ 6 കഴിഞ്ഞാൽ പിന്നെ 4 ആണ്. 6 4 3 7 ഈ രീതിയിലായിരിക്കും നമ്മുടെ ഫൈനൽ എന്താ പറയുക 2 സ്റ്റേജ് ഇൻ്റർകൂളിംഗ് വെച്ചിട്ടുള്ള പ്രോസസ്സ് കാണിക്കുന്നത്.